പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തമായിരിക്കും. അതിന് നിങ്ങൾ കരുതും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷങ്ങൾ മതിയാകും. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ ഉണ്ടാകും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഭയപ്പെടുന്നത്, ആരാണ് കള്ളം പറയുന്നത് എന്ന്. 2011 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി 2013 അദ്ദേഹം കുറിച്ചൊരു കുറിപ്പാണിത്. അന്ന് പലരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, പരിഹസിച്ചു. എന്നാൽ 2018-19 വർഷങ്ങളിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രളയമുണ്ടായപ്പോൾ നമ്മളിൽ കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കി അദ്ദേഹത്തിൽ എവിടെയോ ഒരു ശരി ഉണ്ടായിരുന്നുള്ളത്. എന്നാൽ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ വയനാട്ടിലും കോഴിക്കോടുമൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലുകൾ നമ്മളിൽ ഭൂരിഭാഗം പേരിലും ഒരു ചിന്ത ജനിപ്പിച്ചിട്ടുണ്ടാവും. അതെ, ഗാഡ്ഗിൽ നിങ്ങളായിരുന്നു ശരി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? പശ്ചിമഘട്ടത്തിനെ സംരക്ഷിക്കുക വഴി കേരളത്തിനെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്നൊക്കെയുള്ള കുറച്ച് ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണ്, പ്രതിഷേധക്കാരുടെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്, ആരാണ് മാധവ് ഗാഡ്ഗിൽ എന്നുള്ളത്. അദ്ദേഹത്തെ പറ്റി പറയണമെങ്കിൽ ഒരു വലിയ വീഡിയോ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഈ ഒരു മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് അദ്ദേഹത്തെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത് ലോകം ബഹുമാനിക്കുന്ന, ലോകം ആദരിക്കുന്ന വളരെ ചുരുക്കം പരിസ്ഥിതി വിദഗ്ധരിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് മാധവ് ഗാഡ്ഗിൽ, അല്ലെങ്കിൽ മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ എന്ന് പറയുന്ന അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം 1942 പൂനെയിലാണ് ജനിച്ചത്. 1973 മുതൽ 2004 വരെ അദ്ദേഹം ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായിരുന്നു. അവിടെ അദ്ദേഹം ഒരു പരിസ്ഥിതി ശാസ്ത്ര കേന്ദ്രം സ്ഥാപിക്കുകയുണ്ടായി. ഈ പരിസ്ഥിതി ശാസ്ത്ര കേന്ദ്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. പരിസ്ഥിതിയെ സംബന്ധിച്ചും മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഏകദേശം 200ഓളം പ്രബന്ധങ്ങൾ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 10ന് പുറത്ത് പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പശ്ചിമഘട്ടവും മറ്റ് സേവനങ്ങളുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒട്ടനവധി മറ്റ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ പത്മഭൂഷൺ ഒരു വലിയ ബഹുമതി ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേരെടുത്ത് പറഞ്ഞത്. ഒരുപാട് പുരസ്കാരങ്ങൾ, ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുമുണ്ട്. എന്നാൽ 2011 അദ്ദേഹം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കേരളത്തിന് മാത്രം അദ്ദേഹം ഒരു ശല്യക്കാരനായ പരിസ്ഥിതിവാദിയായിട്ട് മാറുകയായിരുന്നു. അതിനുള്ള കാരണങ്ങളും എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുവെന്നും അങ്ങനെ വിശേഷിപ്പിച്ചവർ ആരൊക്കെയാണെന്നും അവരുടെ ആശയങ്ങൾ എന്തായിരുന്നൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഗോദാവരി, കൃഷ്ണ, നേത്രാവതി, കാവേരി, കുന്തി, വൈഗൈ എന്നീ മഹാനദികൾക്ക് പുറമെ ഒട്ടനേകം ചെറുനദികൾക്കും പുഴകൾക്കും ജീവജലം നൽകി സംരക്ഷിക്കുന്ന പ്രകൃതി മാതാവിൻ്റെ സ്ഥാനമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പൈതൃകമായ പശ്ചിമഘട്ടത്തിനുള്ളത്. നിർഭാഗ്യവശാൽ ഹരിതമേലാപ്പിൻ്റെ കട്ടിയായ പച്ചപ്പട്ട് പുതച്ച് പ്രൗഢയായി വിരാജിച്ച അവളിന്ന് അതിൻ്റെ കീറിപ്പറഞ്ഞ അവശിഷ്ടങ്ങൾ ചുറ്റി നാണം മറയ്ക്കാനാകാതെ കേഴുന്ന സ്ഥിതിയിലാണ്. ദരിദ്രരുടെ വിശപ്പടക്കാനുള്ള പരാക്രമത്തേക്കാൾ അതിസമ്പന്നരുടെ അടക്കി നിർത്താനാകാത്ത ആർത്തിയുടെ കൂർത്ത നഖങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നത് ചരിത്ര സത്യം. അദ്ദേഹത്തിൻ്റെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്, അദ്ദേഹം ആരംഭിച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: പശ്ചിമഘട്ടത്തിൽ ജനിതക മാറ്റം വരുത്തിയ വിളകൾ പാടില്ല. 3 വർഷം കൊണ്ട് പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ഒഴിവാക്കണം. പുതിയ പ്രത്യേക സാമ്പത്തിക മേഖലകളും ഹിൽ സ്റ്റേഷനുകളും അനുവദിക്കരുത്. പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി സ്വകാര്യമാക്കരുത്. പുതിയ കയ്യേറ്റങ്ങൾ അനുവദിക്കരുത്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്കും കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കും വക മാറ്റരുത്. പരിസ്ഥിതി സൗഹാർദ്ദമായ കെട്ടിട നിർമ്മാണ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം. പ്രാദേശിക ജൈവ വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നിയമവിരുദ്ധ ഖനനം അടിയന്തരമായി നിർത്തണം. ജലവിഭവ പരിപാലനം വികേന്ദ്രീകരിക്കണം. ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സഹായത്തോടെ ജനകീയ പങ്കാളിത്തത്തിൽ ജലത്തിൻ്റെ ഗുണവും പുഴയുടെ ഒഴുക്കും മെച്ചപ്പെടുത്തണം. കീടനാശിനികളുടെയും കളനാശിനികളുടെയും ഉപയോഗം ക്രമേണ ഒഴിവാക്കി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കണം. ജൈവകൃഷിയിലേക്ക് മാറുന്ന ഘട്ടത്തിൽ കർഷകർക്ക് സാമ്പത്തിക സാങ്കേതിക സഹായം ലഭ്യമാക്കണം. 2 കന്നുകാലിയെങ്കിലുമുള്ള കുടുംബത്തിന് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ സഹായം നൽകണം. അതിതീവ്ര മലിനീകരണമുള്ള വ്യവസായങ്ങൾ ഉപേക്ഷിക്കണം. സൗരോർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. വികേന്ദ്രീകൃത ഊർജാവശ്യങ്ങൾക്ക് ജൈവ മാലിന്യ സോളാർ ഉറവിടങ്ങൾ ഉപയോഗിക്കണം. സ്വാഭാവിക കാലാവധി അതിക്രമിച്ച താപനിലയങ്ങളും ഡാമുകളും ഘട്ടം ഘട്ടമായി ഡീകമ്മീഷൻ ചെയ്യണം. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം നിരോധിക്കണം.
വനാവകാശ നിയമത്തിന് കീഴിൽ ചെറുകിട പാരമ്പര്യ ഭൂ ഉടമകളുടെ അവകാശം അംഗീകരിക്കണം. പുതുതായി ഖനനത്തിന് അനുമതി നൽകരുത്. നിലവിലുള്ളവ 2016 നിർത്തണം. അദ്ദേഹം തൻ്റെ റിപ്പോർട്ടിൽ മുന്നോട്ട് വച്ചിട്ടുള്ള നമ്മളിപ്പോൾ പറഞ്ഞ ആശയങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആരൊക്കെയാണ് പ്രതിഷേധത്തിന് മുന്നോട്ട് വന്നതെന്നുള്ളത്. കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രകൃതിയുടെ അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, കേരളത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എങ്കിലും ഇത് ബാധിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അതായത് സമ്പന്ന വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരെയും അല്ല പറയുന്നത്, മാഫിയ സംഘങ്ങളെയാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്നവർ, അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഏർപ്പെടുന്ന ബിസിനസ്സുകാർ, അവർ തീർച്ചയായിട്ടും അവർ ചെറിയ ചെലവിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും അവരെ. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് പ്രധാനമായിട്ടും അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിലും അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമെങ്കിൽ ഇത് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ളവർ, ഇത്തരക്കാരെ ബാധിക്കുക, നെഗറ്റീവായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവർക്ക് സ്വാഭാവികമായി അവരുടെ നിലനിൽപ്പിന് വേണ്ടി, നമ്മൾ ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ, അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യേണ്ടി വരും, അതിനെതിരെ പ്രതിഷേധിക്കേണ്ടി വരും. ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും. അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത്തരത്തിലൊരു വിഭാഗമാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം അപ്പോൾ അത്രയും പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായെങ്കിലും 2018 കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു പ്രളയത്തെ നേരിടുമ്പോൾ അദ്ദേഹം വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. അതായത് കേരളത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നതിനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത്, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവിടെ അതിനുള്ള പ്രിക്വേഷൻ രീതിയിൽ അത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും. അത് നടപ്പിലാക്കി തുടങ്ങി വയ്ക്കുന്നതല്ലാതെ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകില്ല, അത് പ്രൊസീഡ് ചെയ്യില്ല. അത് സാധാരണക്കാരെ അല്ല പറയുന്നത്, ഇത് നടപ്പിലാക്കുന്നവരാരാണോ ആ അധികാര പരിധിയിൽ വരുന്നവർ ഇത് പിന്നീട് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ആകുകയും വീണ്ടും ഒരു സംഭവം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ വീണ്ടും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനുവേണ്ടി വീണ്ടും ഒരു സംരംഭം ആരംഭിക്കുകയും വീണ്ടും പഴയപടി അല്ലെങ്കിൽ പഴയ സ്ഥിതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. ഇതാണ് അദ്ദേഹം പറയുന്നത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഉറപ്പായിട്ടും ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം ഡെവലപ്പ് ആകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് പറയുന്നത്, പുതിയ ഭവനങ്ങളും പുതിയ വീടുകളും പുതിയ ഓഫീസുകളും ഒക്കെ ഉണ്ടാവേണ്ടി വരും, പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാറക്കോറികൾ അല്ലെങ്കിൽ മണൽ വാരൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട്. അതായത് നമ്മുടെ ഈ ഉന്നതരുടെ അല്ലെങ്കിൽ അധികാരികളുടെ അനുമതിയോടുകൂടിയും അനുമതി ഇല്ലാതെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പാറക്കോറികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ ഭൂരിഭാഗവും നടത്തുന്നത് ഒരു മാഫിയകളാണ്. മാഫിയ സംഘങ്ങൾ തന്നെയാണ് നടന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് കൂടുതൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നടന്ന മാഫിയകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ മാഫിയകളെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുകയും അതിലേക്ക് കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ടുവരികയും ചെയ്താൽ ഈ പറഞ്ഞ ചൂഷണത്തിൽ, അതായത് ഒരുപാട് ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ അല്ലെങ്കിൽ രക്ഷപ്പെട്ട് നിൽക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് രക്ഷപ്പെട്ട് നിൽക്കാം. ഇത് കൂടുതൽ ലാഭം എന്നുള്ള ഒരു ആഗ്രഹത്തിന്മേലാണ് ഇത്രയും ചൂഷണം ചെയ്യപ്പെടുന്നതും അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, അങ്ങനെ കുടുംബശ്രീയെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ അത് ഒരു സാമൂഹിക ഒരു പരിഷ്കരണം കൂടിയാണ്. അതായത് സ്ത്രീകളുടെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നമ്മൾ ആരംഭിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ പ്രദേശത്ത് ഒരു വികസനം പറഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നത് ഒരു ബോർഡ് വരുമ്പോഴോ അവിടെ എന്തെങ്കിലും ഒരു കെട്ടിടം പണി ആരംഭിക്കുമ്പോഴോ ആയിരിക്കും നമ്മൾ അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ആശുപത്രി പുതുതായിട്ട് ഇത്രയും ഏക്കറിലൊരു ആശുപത്രി വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത് അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു കെട്ടിടം പണി തുടങ്ങുമ്പോഴോ ഒരു ബോർഡ് സ്ഥാപിക്കുമ്പോഴൊക്കെ ആയിരിക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല വേണ്ടത്. ഒരു പ്രദേശത്ത് ഒരു പുതിയ ബിൽഡിംഗ് വരുമ്പോഴോ ഒരു പുതിയ വികസനം എന്തോ ആയിക്കോട്ടെ, ഒരു ഫാക്ടറി വരുമ്പോഴോ അത് തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഫാക്ടറി വരുന്ന അല്ലെങ്കിൽ ഒരു വികസനം വരുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ടത് തീർച്ചയായിട്ടും അത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഗ്രാമപഞ്ചായത്തുകളോ ആയിരിക്കണം എന്നുള്ളതാണ്. അതിന് വ്യക്തമായ റീസണും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പ്രദേശത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളത് അവിടെയുള്ള നാട്ടുകാർക്കായിരിക്കും, അവിടുത്തെ ഗ്രാമവാസികൾക്കായിരിക്കും. അവരുടെ ഓരോ കാലാവസ്ഥയിലും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും, അപ്പോൾ ആ മാറ്റങ്ങളിൽ നമുക്ക് എന്തൊക്കെ
പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും അവിടെ എന്തൊക്കെ മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ കഴിയുമെന്നും എത്ര പരിധി വരെ നമുക്ക് പോകാൻ കഴിയുമെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ആ ഗ്രാമപ്രദേശത്ത് ഉള്ളവർക്ക് തന്നെയായിരിക്കും. അതൊരിക്കലും മുകളിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു എഞ്ചിനീയറിനെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഇവിടെ സ്ഥാപിക്കുക, അതൊന്നും ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രകൃതിയെ അത് ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നത്. അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ കാട് വെട്ടിത്തിളച്ച് ഇതുപോലെ സംഭവം ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അതൊരു പ്രകൃതിയെ ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിലേക്ക് കൊടുക്കുക, നമ്മളെ സാധാരണ അല്ലെങ്കിൽ ഗ്രാമപ്രദേശമാണെങ്കിൽ ആ ഗ്രാമത്തിലുള്ളവരെ ഏൽപ്പിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ഗ്രാമപഞ്ചായത്തുകൾക്കോ ഏൽപ്പിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഒരു പ്രദേശത്തെ തരിശു ഭൂമികൾ, അതായത് ഉപേക്ഷിക്കപ്പെട്ട കൃഷിയിടങ്ങളൊക്കെ അവിടുത്തെ കുടുംബശ്രീ യൂണിറ്റ് നൽകുക, അവരവിടെ പ്രകൃതിക്ക് ചേർന്നിട്ടുള്ള ജൈവ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അതുവഴി നമുക്കൊരു പരിധിവരെ പ്രകൃതിയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല എപ്പോഴും കർഷകർക്ക് ഒരു പരിഗണന നൽകുക. എപ്പോഴും കർഷകർ ഒരു കൃഷി ചെയ്യുന്നവർക്ക് അവർക്ക് ആവശ്യമായിട്ട് ലാഭം ലഭിക്കാതെ വരുന്നു, അവർക്ക് ചെയ്യുന്ന പണിയുടെ കൂലി കിട്ടാതെ വരുന്നു, പ്രതീക്ഷിക്കുന്ന കൂലി കിട്ടാതെ ഇവിടെയൊക്കെയാണ് ഈ കൃഷിയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പരിഗണന കൊടുക്കുക. മാത്രമല്ല തീർച്ചയായിട്ടും ഒരു പ്രദേശത്തിൻ്റെ അവിടെ ഒരു 100 വർഷത്തിന് മുൻപ് അല്ലെങ്കിൽ കഴിഞ്ഞ 100 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന മഴ എങ്ങനെയാണ്, വെയിൽ എങ്ങനെയാണ്, ആ കൃഷി രീതിയെ പറ്റി എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ രേഖകളുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവിടെ ഈ കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇത്ര കാലഘട്ടത്തിലെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു ഒക്കെ കർഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, ഉരുൾപൊട്ടൽ മേഖലയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം നിലവിലുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഇതാണെന്ന് കരുതുക, എനിക്ക് ഇവിടെയായിരിക്കും വീട് വയ്ക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു ഭൂമി എനിക്കില്ല, ഇത് വിറ്റാൽ മാത്രമേ എനിക്ക് മറ്റൊരു ഭൂമി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ഒരു വീട് വയ്ക്കാനുള്ള ഭൂമിയില്ല. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോകും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർബന്ധിതനാകും എന്താണ്, ഇവിടെ തന്നെ ഒരു വീട്, അതായത് ഇവിടെ ഉരുൾപൊട്ടൽ മേഖലയാണെങ്കിലും ഒരു കൂര അല്ലെങ്കിൽ ഒരു വീട് എന്നുള്ള രീതിയിൽ ഇവിടെ തന്നെ ഞാൻ ഒരു വീട് നിർമ്മിക്കാനെന്ന് നിർബന്ധിതനാകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ വീട് വയ്ക്കാൻ കഴിയില്ല, നിങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോണം എന്ന് അവരെ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. പകരം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് മറ്റൊരു ഓപ്ഷൻ നൽകുകയും, അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, മറ്റൊരു ഓപ്ഷൻ നൽകുകയും വേണം. അത് ഒരു പരിധി. ഇപ്പോൾ നമുക്കറിയാം ഏകദേശം 150ഓളം വീടുകളാണ് വയനാട് നടന്ന ഈ ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഉരുൾപൊട്ടൽ മേഖലയിലുള്ള വീടുകൾ മാറ്റി ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ വീട് വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവിടെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഒരു മാപ്പ് സിസ്റ്റം കൊണ്ടുവരണം, ഒരു ഭൗമ മാപ്പ് സിസ്റ്റം കൊണ്ടുവരണം തീർച്ചയായിട്ടും. അതായത് നമ്മുടെ പ്രദേശങ്ങളിൽ എവിടെയൊക്കെയാണ് വീട് വയ്ക്കാൻ സാധിക്കുന്നത്, എവിടെയൊക്കെയാണ് കൃഷി ചെയ്യാൻ സാധിക്കുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് മണൽ വാരാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ഭൗമ മാപ്പിംഗ് കൊണ്ടുവന്നാൽ അത് എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും. ആ ഭൗമ മാപ്പിങ്ങിലുള്ള പ്രദേശങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം കൂടി കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ നമുക്ക് ഇതൊക്കെ തടയാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആശയങ്ങൾ പോലെ ഇപ്പോൾ പറഞ്ഞ ആശയങ്ങളിലൊക്കെ നമുക്ക് ചിന്തിച്ചാൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവാത്ത ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ പറഞ്ഞ മാഫിയ സംഘങ്ങളും അതുപോലെ ഈ നമ്മൾ ഈ പറഞ്ഞ പ്രകൃതിയെ കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ചൂഷണം എന്ന് തന്നെ നമ്മൾ പറയണം തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ളവരെയൊക്കെ ഇത് ദഹിക്കുന്ന ഡൈജസ്റ്റ് ആവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇതിനെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. അവരാണ് ഇതിനകത്ത് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. നമ്മൾ ഈ പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ മറികടക്കണമെന്നോണം സർക്കാർ കൊണ്ടുവന്നതാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അതായത് കസ്തൂരി രംഗൻ സമിതിയോട് വീണ്ടും ഈ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുകയും കസ്തൂരി രംഗൻ സമർപ്പിച്ച റിപ്പോർട്ടിനെ പറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനുശേഷം ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് അനുസരിച്ച് പശ്ചിമഘട്ടത്തിനെ 2 മേഖലകളായി തിരിക്കുകയാണ് ചെയ്തത്. 1/3 ഭാഗം സ്വാഭാവിക മേഖല എന്നും 1/2 ഭാഗം ജനവാസ മേഖല എന്ന് തിരിച്ചു. എന്നിട്ട് അതിനെ തുറന്ന വികസനത്തിന് വിട്ടുകൊടുത്തു എന്നാണ് ഗാഡ്ഗിൽ പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് ഒരു വലിയ മരുഭൂമി, ഒരു പശ്ചിമഘട്ടത്തിനെ തെളിച്ച് വൃത്തിയാക്കി ഒരു വലിയ മരുഭൂമിയായിട്ട് അതിന് ഒരു മൂലയിൽ കുറച്ച് പച്ചപ്പ് നിലനിർത്തുന്ന രീതിയാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സ്വാഭാവിക മേഖലയിലേക്ക് എല്ലാവർക്കും കടന്നു കയറാനുള്ള ഒരു അവസരം തുറന്നിട്ട് അവിടെ എല്ലാ വികസനങ്ങളും വന്നുകൊണ്ടിരുന്ന കരുതി ചൂഷണത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ
വളരെ വേഗത്തിൽ പശ്ചിമഘട്ടം നശിച്ചു പോകുമെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല നമ്മൾ ബ്രിട്ടീഷുകാരേക്കാൾ വലിയ ബ്രിട്ടീഷുകാരായി മാറുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതിനുള്ള കാര്യം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ബ്രിട്ടീഷുകാരുടെ വന്നപ്പോഴാണ് നമ്മൾ അത്രത്തോളം അവർ ചൂഷണം ചെയ്തിട്ട് പോയത്. ഇത് ബ്രിട്ടീഷുകാരേക്കാൾ വലിയ ബ്രിട്ടീഷുകാർ, നമ്മൾ തന്നെ നമ്മുടെ സ്വാഭാവികമായ പശ്ചിമഘട്ടത്തിനെ നശിപ്പിക്കുകയും നമ്മുടെ തന്നെ കുഴി തോണ്ടുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കൂടെ പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഒരിക്കലും അദ്ദേഹം ഈ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെയോ കർഷകർക്കെതിരെയോ മേൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വയ്ക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ ചെയ്താൽ നമുക്കുണ്ടാകുന്ന പോസിറ്റീവുകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആരെയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. തുടർന്നും അദ്ദേഹം പറയുന്നത് കരിങ്കൽ കോറികൾ നിർത്തലാക്കിയാൽ, മണൽ വാരൽ നിർത്തലാക്കിയാൽ എങ്ങനെ ഒരു വികസനം സാധ്യമാകുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ചോദിക്കുന്ന പലരും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനനുസരിച്ചും മറ്റ് ഈ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. കരിങ്കൽ കോറികൾ നിർത്തലാക്കിയാൽ, മണൽ വാരൽ നിർത്തലാക്കിയാൽ എങ്ങനെ ഒരു രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകും, ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം സാധ്യമാകുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങൾ, വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, എന്തിനു വേണ്ടിയാണെന്ന് മാത്രം ചിന്തിച്ചാൽ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു വയ്ക്കുന്നു. ഈ പ്രകൃതി തീർച്ചയായിട്ടും തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച കെട്ടിടങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകും. അപ്പോൾ നമ്മളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്, എന്തിനു വേണ്ടി നമ്മൾ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത്, എന്തിനു വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും ലാഭം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കെട്ടിട സമുച്ചയങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ഉണ്ടാക്കി വെച്ച നോട്ട് കെട്ടുകളും പണവും പണ്ടവും ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാക്കിയില്ല. അപ്പോൾ എന്തിനു വേണ്ടി എന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ മാറുമെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പ്രദേശത്ത് വികസനം കൊണ്ടുവരുമ്പോൾ ആ വികസനം കൊണ്ടുവരുന്നത് വഴി ലാഭമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ആ പ്രദേശവാസികളെ അല്ലെങ്കിൽ അവരുടെ കയ്യിലെടുക്കുന്നത് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഇപ്പോഴും പറഞ്ഞത് തൊഴിലവസരങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്യവസായം ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കിയാൽ 1/3 പേര് പോലും അവിടെ ആ ഗ്രാമത്തിലുള്ളവരെ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവരെ ആ ഒരു വ്യാവസായിക കേന്ദ്രത്തിലേക്ക് ജോലിക്കാരായിട്ട് എടുക്കുന്നില്ല, തൊഴിലാളികളായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു വസ്തുതയാണ്. പശ്ചിമഘട്ടത്തിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ആർക്കും ദോഷകരമല്ലാത്ത രീതിയിൽ പശ്ചിമഘട്ടത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ കർഷകരെയോ ഉദ്യോഗസ്ഥരെയോ ഒന്നും ബാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിലരൊക്കെ ഇത് ബാധിക്കുന്നുമുണ്ട്. ആ ബാധിക്കുന്നവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിന് ശേഷം ചിലരൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള ചില സംശയങ്ങളുണ്ട്. എത്രത്തോളം അത് വസ്തുതയാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചിലർ ചോദിച്ചിരിക്കുന്നത് കോറികളുടെ ആവശ്യം ഉണ്ടല്ലോ, എന്നിട്ട് നമുക്ക് മഴ ലഭിക്കുന്നില്ലേ? അപ്പോൾ പിന്നെ എന്താണ് ഗാഡ്ഗിൽ പറയുന്നതിൽ വാസ്തവമുള്ളത്? 2 വലിയ നിബിഡ വനങ്ങളുണ്ട്. ആ വനങ്ങളിലൊക്കെ എത്ര JCBകൾ കടന്നു ചെല്ലുന്നു, എത്ര പേർ കുന്താലിയുമായി പോയി അവിടെ നശിപ്പിക്കുന്നുണ്ട്, ആരും അങ്ങോട്ട് കടന്നു പോലും ചെയ്തില്ല, എന്നിട്ടും അവിടെ ഉരുൾപൊട്ടുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായും നടക്കേണ്ട കാര്യങ്ങളാണ്, ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്താലും ഇല്ലെങ്കിലൊക്കെ നടക്കും. ഈ വലിയ വനങ്ങളിലൊക്കെ ഉരുൾപൊട്ടുന്നത് എത്ര പേർ അങ്ങോട്ട് കടന്നു ചെന്നിട്ടാണ്, എത്ര അവരെ ദ്രോഹിച്ചിട്ടാണെന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട്. ഇനി ചിലർ പറയുന്നത്, ചില രാഷ്ട്രീയ നേതാക്കളൊക്കെയാണ് ഇതിലൊക്കെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. ഇനി ചിലർ പറയുന്നുണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ അത് വിധിയാണ്, അത് വിധി തടുക്കാൻ ആർക്കും ആകില്ല, അതുകൊണ്ട് ഇപ്പോഴുള്ള കർക്കശമായ നിയമങ്ങളിൽ ഇനിയും ഇളവുകൾ വരുത്തുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹവും പറഞ്ഞത് തന്നെയാണ്. ആരൊക്കെയാണ് അദ്ദേഹം ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്, ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ആഫ്റ്റർ എഫക്റ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് എൻ്റെ റിപ്പോർട്ടിനെ ഭയക്കുന്നത്, ആരാണ് കള്ളം പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നൊരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ അവസാന വരി അത് എഴുതി നിർത്തുന്നത് അങ്ങനെയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളെ ഭയപ്പെടുന്നത്, എന്തിനാണ് ഭയപ്പെടുന്നത്, ആരാണ് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനിയെങ്കിലും നമ്മൾ സൂക്ഷിച്ചാൽ, അല്ലാതെ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ അത് വിധിയാണെന്ന് കരുതുകയോ അവിടെ രക്ഷാപ്രവർത്തനം ഞങ്ങൾ മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ വേഗത്തിൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിനുള്ള ആൾക്കാർ ദുരന്ത നിവാരണ സമിതിയോടെ സേന അവിടെ എത്തിയെന്നോ ഞങ്ങൾ ഇന്ന എക്യുപ്മെൻറ്റ്സോടെ എത്തിച്ചെന്നോ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിനെ കുറിച്ച് പറഞ്ഞ് ഊറ്റം കൊള്ളുകയല്ല നമ്മൾ വേണ്ടത്. ഈ ഒരു പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ എത്ര ജീവനാണ് പൊലിഞ്ഞതെന്ന് നമ്മൾ ആലോചിക്കുക. അവിടെ നമ്മൾ എത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളായിരുന്നില്ല ഒരിക്കലും. നമ്മൾ പറയുന്ന പോലെ മനുഷ്യൻ ചന്ദ്രനിലും ബഹിരാകാശത്തും അല്ലെങ്കിൽ കടലിനടിയിലും എല്ലായിടത്തും എത്തി, പക്ഷേ പ്രകൃതിക്ഷോഭത്തിനെ തടയാൻ മനുഷ്യൻ ഇതുവരെയും ആയിട്ടില്ല. അതാകാത്തത് മനുഷ്യൻ്റെ അഹങ്കാരം കൊണ്ട് തന്നെ നമ്മൾ പറയേണ്ടി വരും. പ്രകൃതിയിലേക്ക് എത്രത്തോളം നമ്മൾ കൈ കടത്തുന്നോ അത്രത്തോളം തന്നെ പ്രകൃതി നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഇനി അവൾ അടങ്ങിയിരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം ദ്രോഹിച്ചിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇനി നമ്മളും നമുക്ക് മുകളിലുള്ളവരും എല്ലാവരും ചിന്തിച്ചാൽ ഇനിയും നമുക്ക് തിരിച്ചു വരാനുള്ള സമയമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, അതെ ഗാഡ്ഗിൽ നിങ്ങളായിരുന്നു ശരി.